ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരൺ എന്ത് പണിയെ കാണിച്ച് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞ് അത് അവരുടെ ഒക്കെ മുന്നില്. എടോ, ശ്യാമ മാഡത്തിന്റെ മകളാണെന്ന് ചോദിക്കുന്നത് ഒരു വലിയ സംഭവമാണ്. അപ്പൊ പിന്നെ ശ്യാമ മാഡത്തിന്റെ മകളാണെന്ന് പറയുന്നത് ഒരു വലിയ ക്രെഡിറ്റ് അല്ലേ? ഇരിക്കട്ടോ, അതുകൊണ്ട് ഞാനൊരു തമാശക്ക് പറഞ്ഞതാ. അതല്ല, ശ്യാമ മാഡത്തിനൊരു മകൾ ഉണ്ടെങ്കിൽ അതെന്തായാലും മീഡിയാസ് കണ്ടുപിടിക്കായിരിക്കോ? അങ്ങനെ മീഡിയാസിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സ്വന്തം മകളെ ഒളിപ്പിക്കാൻ പാവം ശ്യാമ മാഡത്തിന് എന്തെങ്കിലും മാർഗം അറിയൂ? അല്ലേ ഫിദ മാഡം? അതെ, ഇനിയിപ്പോ ഇതിന്റെ ഗൗരവത്തിൽ നിൽക്കണ്ട കേട്ടോ, അതങ്ങ് വിട്ടേക്ക്. രാധികെ, കിഷോർ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ മോളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അയാൾക്ക് അടുത്തടുത്ത് കുറച്ച് പടങ്ങളുണ്ട്, അതിലൊക്കെ മോക്ക് പാട്ടുണ്ടെന്നാ പറഞ്ഞിട്ട് പോയത്. ഇനിയിപ്പോ ഫിദാമയുടെ ശ്രമിച്ചതുകൊണ്ടാണ്, ശ്യാമമ്മയുടെ ശുപാർശ ചെയ്തുകൊണ്ടാണ് എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ. ഇനി അവസരങ്ങൾ എത്തുന്നത് നിന്റെ സംഗീതത്തിന്റെ മിടുക്ക. മനസ്സിലായോ? എന്നാ നമുക്ക് ഇറങ്ങിയാലോ? വരൺ, വാ. മോളെ, ഒരു നല്ല കാര്യം നടന്നിട്ട് തൊട്ടടുത്ത നിമിഷം തന്നെ പറയാണെന്ന് വിചാരിക്കരുത്. എന്താ മാഡം? ഇന്നലെ ഞാൻ മോളെ കുറിച്ചൊരു സ്വപ്നം കണ്ടു. ഒരു മോശം സ്വപ്നം. ആരോ മോളെ അപകടപ്പെടുത്താനായിട്ട് വരുന്നത്. വരൺ എന്റെ കൂടെ ഇല്ലേ? ഫിദ മാഡം എന്റെ കൂടെ ഇല്ലേ? അമൃത മാഡത്തിന്റെ പ്രാർത്ഥനയില്ലേ? എനിക്കൊന്നും സംഭവിക്കില്ല. മാഡം, എന്തായാലും രാധിക ഒരു ഫേമസ് ഗായികയായിട്ട് മാറുമ്പോ എവിടെയെങ്കിലും പോണമെങ്കിൽ ബൗൺസേഴ്സ് ഒക്കെ കൂടെ വേണമല്ലോ. തൽക്കാലം അതിനി ആരും വെക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ കൂടെ ഉണ്ടല്ലോ മാഡം, ആ ഒരു അംഗരക്ഷകനായിട്ട്. ഒന്ന് പോയേ, ഒന്ന് പോ. മാഡം പേടിക്കണ്ട, ഇയാൾക്ക് ഒരു കുഴപ്പം വരില്ല. ശരി എന്നാ. ശരി. വാ. രാധിക വരുന്ന സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഗെറ്റ് റെഡി. അതാ ഡോക്ടർ പറഞ്ഞ ഗുളിക കഴിച്ചോ.